നമസ്കാരം കൂട്ടുകാരെ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു മുട്ടക്കറിയാണ്. നല്ല രുചിയോടുകൂടിയും നല്ല തിക്ക് ഗ്രേവിയിലും എങ്ങനെ ഒരു മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് നോക്കാം. വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനായിട്ട് ആദ്യമേ ഒരു പാൻ ചൂടാക്കുക. വെളിച്ചെണ്ണയാണ് രുചിക്ക് നല്ലത്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരണം. തീ കുറയ്ക്കുക. ഇതിലേക്ക് നീളത്തിലരിഞ്ഞ 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ തന്നെ വെളുത്തുള്ളിയും ഇടുക. വീണ്ടും ഇത് ലൈറ്റായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. 2 നീളത്തിലരിഞ്ഞ പച്ചമുളകും കൂടെ ചേർക്കുക. ഇതും കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിന് ശേഷം തീ ഏറ്റവും ലോ ഹീറ്റിലേക്ക് മാറ്റിയിട്ട് 2 സവാള ഇതുപോലെ ചെറുതായിട്ടരിഞ്ഞത് ഇതിലേക്കിട്ട് കൊടുക്കുക. വീണ്ടും ഇത് മീഡിയം ഹീറ്റിലേക്കിട്ട് നല്ലതായിട്ട് ഒരു ട്രാൻസ്ലുസൻ്റ് ആയിട്ട് വരുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇത് ഇവിടെ വഴന്നു വന്നിട്ടുണ്ട്. തീ ഏറ്റവും കുറയ്ക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, കൂടാതെ ഞാൻ ചേർക്കുന്നത് എഗ് മസാലയാണ്. 2 ടേബിൾ സ്പൂൺ എഗ് മസാലയും കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് തീ ഏറ്റവും ലോ ഹീറ്റിലിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. എണ്ണ കൂടുതൽ ഞാൻ ഒട്ടുമേ ചേർക്കുന്നില്ല. നേരത്തെ ആ ഒഴിച്ച എണ്ണയിലാണ് ഇത് വഴറ്റിയെടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക. പിന്നെ ഒരു നല്ല മഞ്ഞ കളർ വരാനായിട്ട് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. വീണ്ടും ഒന്ന് ഇളക്കിയെടുക്കുക. നല്ലതായിട്ട് ഈ മഞ്ഞൾപ്പൊടിയുടെയും കൂടെ മസാലയുടെ മണം മാറി വരണം. ഇതിലേക്ക് ഒരു വലിയ തക്കാളി ഇതുപോലെ ചെറുതായിട്ടരിഞ്ഞത് ചേർക്കുക. വീണ്ടും ഇത് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അടുത്തതായിട്ട് ഈ തക്കാളി വേവിച്ചെടുക്കുന്നത് തേങ്ങാപ്പാലിലാണ്. ഇതുപോലെ ഇൻസ്റ്റൻറ്റ് മിൽക്ക് പൗഡറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. 2ാം പാൽ ഉണ്ടാക്കുന്നത് 1 ടേബിൾ സ്പൂൺ തേങ്ങാപ്പൊടിക്ക് 10 ടേബിൾ സ്പൂൺ വെള്ളം, നീണ്ട ഒരു പരുവമായിരിക്കണം. ഇത് ഇവിടെ പറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1ാം പാൽ ഉപയോഗിക്കുക. 1ാം പാൽ നല്ല കട്ടിയിലുള്ള പാലാണ്. ഇതും കൂടെ ചേർത്ത് കൊടുക്കുക. കട്ടിയുള്ളത് കൊണ്ട് ഇതിൽ ചേർത്തതിന് ശേഷം തിളയ്ക്കാനിടയാക്കരുത്. ഒന്ന് ആവി വരുന്ന പരുവം ആകുമ്പോഴത്തേക്ക് മുട്ടയും കൂടെ ഇട്ട് കൊടുക്കുക. മുട്ടയും കൂടെ ഇട്ട് കൊടുത്ത് ഒരു 5 മിനിറ്റും കൂടെ ഇളക്കിയെടുക്കുക. പിന്നെ ഗാർണിഷ് ചെയ്യാനായിട്ട് മല്ലിയിലയോ കറിവേപ്പിലയോ ഉപയോഗിക്കാം. കൂടാതെ ഇച്ചിരി ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് മല്ലിയില. ഇതും കൂടെ ചേർത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് അടച്ചു വെക്കുക. ഇപ്പോൾ നമ്മളുടെ രുചിയേറിയ മുട്ടക്കറി, പെട്ടെന്നുണ്ടാക്കാവുന്ന ഇൻസ്റ്റൻറ്റ് മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സിമ്പിൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുതേ കൂട്ടുകാരെ. ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് ഷൈന തോമസ്.